നമസ്കാരം. ഒടുവിൽ ഇതാ നരേന്ദ്രമോദി വാ തുറന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന് മാത്രമല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ സ്വന്തം കസേര പോലും തെറിക്കുമെന്ന് ഭരണകൂടത്തിനും നരേന്ദ്രമോദിക്കും അത്രമേൽ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എവിടെയും സംസാരിക്കാത്ത നരേന്ദ്രമോദി അർദ്ധരാത്രി ഫേസ്ബുക്ക് ലൈവിൽ വന്ന് കാര്യങ്ങളൊന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത്ര പെട്ടെന്ന് അണയുന്ന കാര്യമാണോ ഇതൊക്കെ? രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തെരുവ് ചോരക്കളമായി മാറിയപ്പോൾ, വിദ്യാർത്ഥികളുടെ ഭാവിയെ ചൊല്ലി ജനകോടികൾക്ക് നെഞ്ചു പൊട്ടിയപ്പോൾ, നീതിയുടെ പക്ഷം പിടിച്ച മനുഷ്യരെ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ലേബലൊട്ടിച്ച് ശത്രുക്കളാക്കാൻ നോക്കിയ ഭരണകൂടത്തിന് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല. സാക്ഷാൽ നരേന്ദ്രമോദി വന്നാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ചോര ചിന്തി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വൻ പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഒടുവിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാ തുറക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ മിണ്ടാതിരുന്നാൽ തെരുവിൽ നിന്ന് കത്തിയമരുന്ന അമർഷം പാർലമെന്റിലേക്ക് ഇരച്ചു കയറുമെന്നും അയൽ രാജ്യങ്ങളിൽ നമ്മൾ കണ്ട സമാനമായ ജനകീയ വിപ്ലവങ്ങൾ ഇന്ത്യയുടെ മണ്ണിലും ആവർത്തിക്കുമെന്നും ഭരണകൂടത്തിന്റെ അമരത്തിരിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായത്. വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭത്തിൽ വിദേശ ഫണ്ടിംഗ് ഉണ്ട് എന്നും ജോർജ് സൊറോസിന്റെ പണമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും ചൈനീസ് കണക്ഷൻ ആണെന്നും ഒക്കെ പറഞ്ഞ് സംഘപരിവാറും ഗോദി മീഡിയയും മെനഞ്ഞുണ്ടാക്കിയ വലിയ വലിയ കഥകളുടെയും തിരക്കഥകളുടെയും ആയുസ് തീർന്നപ്പോഴാണ് കാര്യങ്ങൾ തണുപ്പിക്കാൻ ഒടുവിൽ പ്രധാനമന്ത്രിക്ക് തന്നെ സോഷ്യൽ മീഡിയ ലൈവിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നത്. ഇതാദ്യമായിട്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെയൊരു സംഭാഷണം പോലും നടത്തുന്നത്. നീറ്റ് CBSE ചോദ്യപേപ്പർ ചോർച്ചാ കേസ് അത്യന്തം ഗൗരവമുള്ള വിഷയമാണ് എന്നും അതിവേഗ കേസ് വിചാരണയ്ക്കായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നിയമങ്ങളുള്ള ബില്ല് നടപ്പു സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്നുമാണ് പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ ലൈവിലൂടെ അറിയിച്ചിരിക്കുന്നത്. യുവാക്കളുടെ ഭാവിയേക്കാൾ പ്രധാനമായി ഭരണകൂടത്തിന് മറ്റൊന്നുമില്ല എന്നും കുറ്റവാളികളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നും അദ്ദേഹം എക്സിലൂടെയും പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി അനു ഗ്രോവർ ബലിഗയെ സ്പെഷ്യൽ ജഡ്ജിയാക്കി പബ്ലിക് എക്സാമിനേഷൻസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിജ്ഞാപനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവിടെ പൊതുസമൂഹവും ഇന്ത്യയുടെ യുവതയും ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുന്ന ചില കാതലായ ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ 20-ലധികം ദിവസങ്ങളായി ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ചോര ചിന്തി വിദ്യാർത്ഥികളും യുവാക്കളും പ്രക്ഷോഭത്തിലായിരുന്നപ്പോൾ എവിടെയായിരുന്നു ഈ ഉറപ്പുകളും വ്യാകുലതകളും? തെരുവിൽ സമാധാനപരമായി പ്രതിഷേധിച്ച യുവതലമുറയെ പോലീസിന്റെ ലാത്തികളും ബാരിക്കേഡുകളും കൊണ്ട് അടിച്ചമർത്തിയപ്പോഴും, പേരോ യൂണിഫോമോ ഇല്ലാത്ത ഗുണ്ടകൾ വിദ്യാർത്ഥികളെ തല്ലി ചതച്ചപ്പോഴും, പെല്ലറ്റ് ഗണ്ണുകളും ഷോക്ക് ബാറ്റണുകളും പ്രയോഗിച്ചപ്പോഴും, നിരാഹാരം അനുഷ്ഠിച്ച സോനം വാങ്ചുക്കിനെ റോഡിലൂടെ വലിച്ചിഴച്ചപ്പോഴും മിണ്ടാതിരുന്ന പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ തിരിച്ചറിവുണ്ടായത് എങ്ങനെയാണ്? എവിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ നാവ് ഇത്രയും നാളും? അധികാരത്തിന്റെയും പോലീസിന്റെയും ബലം ഉപയോഗിച്ച് നടപ്പിലാക്കാൻ നോക്കിയ തന്ത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായി പാളിയപ്പോഴാണ് ഭരണകൂടത്തിന്റെ പുതിയ നാടകം. ചൈനീസ് ഫണ്ട്, സോറോസ് ഏജന്റുകൾ എന്നീ ആരോപണങ്ങൾ ജനങ്ങൾ അറപ്പോടെ തള്ളിക്കളഞ്ഞപ്പോൾ അടുത്ത വഴി ഇൻഫ്ലുവൻസർമാരെ പണം കൊടുത്ത് വാങ്ങലായിരുന്നു. ഈ ജനകീയ പ്രക്ഷോഭത്തിനെതിരെ സംസാരിക്കാൻ ഒരു ഇൻഫ്ലുവൻസർക്ക് ഒരു റീലിന് 40,000 രൂപ വരെ വാഗ്ദാനം ചെയ്തത് IT സെല്ലും ഭരണകൂട അനുകൂലികളും ആളുകളെ സമീപിച്ചു എന്ന ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കോടികൾ വാരുന്ന ഒരു പാർട്ടിക്ക് പണം ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഇന്ത്യൻ യുവതലമുറയുടെ ഭാവിയും അവരുടെ കണ്ണീരും വിയർപ്പും പണം കൊടുത്തു വാങ്ങാമെന്ന് കരുതിയതാണ് ഈ ഭരണകൂടത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. തെരുവിൽ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടപ്പോൾ ദേശീയ തലത്തിൽ മമ്മൂട്ടിയും മഞ്ജു വാര്യരും പൃഥ്വിരാജും ടൊവിനോയും ദുൽഖറും മുതൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും മോഹൻലാലിന്റെ മകൾ വരെ സമരം ചെയ്യുന്ന യുവാക്കൾക്കൊപ്പം നിലയുറപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പ്രമുഖരെയും സാധാരണക്കാരെയും സുഡാപ്പികൾ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ എന്നൊക്കെ മുദ്രകുത്തി നിശബ്ദരാക്കാൻ സൈബർ പട ശ്രമിച്ചുവെങ്കിലും അതിനെയെല്ലാം ജനങ്ങൾ ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഭരണകൂടത്തിന്റെ വ്യാജ അജണ്ടകൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയും പാർലമെന്റിൽ പ്രതിപക്ഷം കറുത്ത വസ്ത്രങ്ങളും കറുത്ത റിബണുകളും അണിഞ്ഞ് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി സമരം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് സർക്കാരിന്റെ അടിത്തറ ഇളകിപ്പോയത്. ജനരോഷം കൈവിട്ടു പോകുമെന്നും കസേര തെറിക്കുമെന്നും ഉറപ്പായപ്പോൾ മാത്രമാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രഖ്യാപനങ്ങളും ബില്ല് കൊണ്ടുവരലുമായി നരേന്ദ്രമോദി നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു തുടങ്ങിയ സമരം രാജ്യത്തെ തകർന്നുപോയ വിദ്യാഭ്യാസ വ്യവസ്ഥിതിക്കെതിരെയുള്ള വൻ ജനകീയ വിപ്ലവമായി മാറിയത് BJP സർക്കാരിന്റെ അസഹിഷ്ണുതയും
അടിച്ചമർത്തൽ നയങ്ങളും കൊണ്ട് മാത്രമാണ്. ഇവിടെ ചോർന്നത് കേവലം ഒരു പരീക്ഷാ ചോദ്യപേപ്പർ മാത്രമല്ല, ഈ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. അവരുടെ കഠിനാധ്വാനമാണ്. നിയമങ്ങളും ബില്ലുകളും കൊണ്ടുവന്നത് കൊണ്ട് മാത്രം തകർന്ന വിശ്വാസ്യതയും നഷ്ടപ്പെട്ട യുവത്വത്തിന്റെ വർഷങ്ങളും തിരികെ നൽകാൻ ഭരണകൂടത്തിന് സാധിക്കില്ല. CBSE നീറ്റ് ക്രമക്കേടുകളിൽ ഉത്തരവാദികളായ ഉന്നതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തെരുവിൽ ചോര ചിന്തിയ യുവാക്കൾക്ക് അർഹമായ നീതി ഉറപ്പാക്കാനും ഈ സർക്കാരിന് സാധിക്കുമോ? അതോ ഇത് ആളിക്കത്തുന്ന പ്രക്ഷോഭത്തിന്റെ ചൂടാറിക്കാനുള്ള മറ്റൊരു രാഷ്ട്രീയ ഗിമിക്ക് മാത്രമാണോ എന്ന് നിസ്സംശയം നമ്മൾ ചോദിക്കണം. സാധാരണക്കാരന്റെ അവസാനത്തെ പ്രതീക്ഷയും അത്താണിയുമായ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തികഞ്ഞ നിഷ്ക്രിയത്വവും ഈ വിഷയത്തിൽ പറയാതിരിക്കാൻ സാധിക്കില്ല. ഡൽഹിയുടെ തെരുവുകളിൽ വിദ്യാർത്ഥികളും യുവാക്കളും ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നതിന്റെ ഭീതിതമായ ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ കണ്ടപ്പോൾ അത് കാണാൻ താല്പര്യപ്പെടാനോ സുപ്രീം കോടതി തയ്യാറായില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. വീഡിയോ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ നീതിപീഠം കണ്ണടയ്ക്കുമ്പോൾ അതേസമയം ഡൽഹി ഹൈക്കോടതി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കാര്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ഇടപെടുകയും ചെയ്തു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സുപ്രീം കോടതിയുടെ മൂക്കിന്റെ തുമ്പത്ത് നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളെ കുറിച്ച് സംസാരിക്കാനോ അതിനെതിരെ കേസെടുക്കാനോ അവർ തയ്യാറായിട്ടില്ല. വാസ്തവത്തിൽ ഈ വൻ പ്രതിഷേധ പ്രസ്ഥാനമായ CGPയുടെ ജനനം തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജ് സൂര്യകാന്തിന്റെ പരിഹാസത്തിൽ നിന്നായിരുന്നു എന്നത് നാം മറക്കരുത്. തങ്ങളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്ന ഈ രാജ്യത്തെ യുവതലമുറയെ ഒരു പണിയുമില്ലാതെ പാറ്റകളെ പോലെ ജീവിക്കുന്നവരെന്ന് അധിക്ഷേപിച്ചതിന്റെ തിരിച്ചടിയാണ് പിന്നീട് രാജ്യം കണ്ടത്. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ആ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ഈ ജീർണിച്ച വ്യവസ്ഥിതിയെ പാടെ മാറ്റി എഴുതണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ CJP എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി ജന്തർ മന്ദറിലേക്ക് ഇരച്ചെത്തുകയുമായിരുന്നു ചെയ്തത്. സ്വമേധയാ കേസെടുക്കാൻ പോലും പരമോന്നത നീതിപീഠം തയ്യാറായില്ല എന്നത് വലിയ നിരാശ തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ നാളെയുടെ പ്രതീക്ഷയായ യുവതലമുറയാണ് ഭരണകൂടത്തിന്റെ വിശ്വസ്തരായ പോലീസും പേരോ യൂണിഫോമോ ഇല്ലാത്ത ആളുകളും ചേർന്ന് റോഡിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതച്ചിരിക്കുന്നത്. അധികാര കസേരകളും ഭരണഘടനാ സ്ഥാപനങ്ങളും തങ്ങളുടെ കണ്ണടച്ച് ഇരുട്ടിലാക്കുമ്പോൾ തെരുവിൽ ചോര ചിന്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന യുവത്വമാണ് ഇവിടുത്തെ യഥാർത്ഥ ജനാധിപത്യത്തെ ജീവനോടെ നിലനിർത്തുന്നത്. അവരെ കണ്ടുകൂടാ എന്ന് നടിക്കാൻ ഒരു ഭരണാധികാരിക്കും സാധിക്കില്ല. ചരിത്രത്തിന്റെ ഏടുകൾ മറച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട്. ചരിത്രം പഠിക്കണമെന്ന് മാത്രം അത് മനസ്സിലാക്കാൻ. ഏതൊരു മഹത്തായ ജനകീയ വിപ്ലവത്തിന്റെയും ആകെ തുക എന്നത് തുടക്കത്തിൽ ഭയമില്ലാതെ ഉയരുന്ന ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടങ്ങൾ തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അടക്കി നിർത്താൻ ശ്രമിക്കും തോറും ആ കനലുകൾ ആളിക്കത്തുക മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഡൽഹിയുടെ തെരുവുകളിൽ ചോര ചിന്തിയ ഉശിരുള്ള യുവാക്കളും അവർക്കായി മനുഷ്യത്വത്തോടെ സംസാരിച്ച് വർഗീയ ലേബലുകളും വേട്ടയാടലുകളും ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട കലാകാരന്മാരും ചേർന്ന് കുറിച്ചിടുന്നത് നാളെയുടെ പുതിയൊരു ചരിത്രം തന്നെയാണ്. അടിച്ചമർത്താനും ലേബലുകൾ ഒട്ടിച്ച് മാറ്റി നിർത്താനും അധിക്ഷേപിക്കാനും ശ്രമിക്കുന്തോറും അനീതിക്കെതിരെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഈ ഒത്തുചേരൽ കൂടുതൽ ഉറച്ചതും ശക്തവുമായി മാറുക മാത്രമാണ് ഇവിടെ സംഭവിക്കുകയുള്ളൂ. കാരണം അധികാരത്തിന്റെ താക്കോലുകൾ കയ്യിലുണ്ട് എന്ന് കരുതി എന്തും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക: ജനാധിപത്യത്തിൽ ആത്യന്തികമായ അധികാരം എന്നത് ജനങ്ങളുടെയും ഈ രാജ്യത്തിന്റെ ശക്തിയായ യുവജനതയുടെയും കയ്യിൽ മാത്രമാണുള്ളത്. ലേബലുകൾക്കും ഭീഷണികൾക്കും അപ്പുറം മനുഷ്യത്വത്തിനും നീതിക്കും വേണ്ടി ഭയമില്ലാതെ ഉയരുന്ന ആ ശബ്ദങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം, ഇവിടുത്തെ യഥാർത്ഥ ജനാധിപത്യം. ജനങ്ങളുടെയും യുവജനങ്ങളുടെയും അമർഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഒടുവിൽ പ്രധാനമന്ത്രിക്ക് വാ തുറക്കേണ്ടി വന്ന ഈ നിർണായക സംഭവങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ലേബലുകൾ ഒട്ടിച്ച് നിശബ്ദരാക്കാൻ നോക്കുന്ന ഈ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.